ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തു ദൈവത്തിൻ്റെ മുഖമാണ്. ക്രിസ്തുവിൽ പിതാവായ ദൈവം തന്നെ നമ്മോട് വെളിപ്പെടുത്തി. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലേ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം തന്നെ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി. എന്നാൽ ഇക്കാലയളവിൽ തൻ്റെ പുത്രനിലൂടെ നമ്മെ തന്നെ അവിടുന്ന് വെളിപ്പെടുത്തി. ദൈവം ക്രിസ്തുവിൽ താൻ വ്യവസ്ഥയില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന പിതാവാണെന്ന് വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്നേഹത്തോടും വെളിപ്പെടുത്തലിനോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? വിശ്വാസമാണ് അതിനുള്ള മറുപടി എന്ന് സഭ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന, സ്നേഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് എന്നതിന് ഉത്തമ പാഠം നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെയാണ്. മംഗളവാർത്തയിൽ ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടുന്ന മറിയം ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്നു മുതൽ ഞാൻ ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുക. നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരാളുടെ തീരുമാനത്തെ വേണം വിശ്വാസമെന്ന് വിളിക്കേണ്ടത് എന്ന് പോപ്പ് ബെനഡിക്റ്റ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസമെന്ന് പറയുന്നത് ഒരു തീരുമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്ത് സംഭവിച്ചാലും ഏതവസ്ഥയിലും ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുമെന്നും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമെന്നും ഒരാളെടുക്കുന്ന തീരുമാനം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, വിശ്വാസമെന്നത് ദൈവിക ദാനങ്ങളിൽ ഒന്നായ പുണ്യമല്ലേ എന്ന്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനമാണ്. പക്ഷേ നമ്മൾ ബോധപൂർവം അത് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുന്നതെന്ന്. വിശ്വാസം ഒരേ സമയം ദാനവും അത് മനുഷ്യൻ്റെ പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കുകയും അതിന് അനുസൃതമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വളരുകയും വിശ്വാസത്തിനെതിരായിട്ടുള്ള പാപങ്ങളും വിശ്വാസത്തിൻ്റെ വിപരീത ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് നിർജീവമായി പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരാൾ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ അയാൾക്ക് എന്താണ് ലഭിക്കുന്നത്? പോപ്പ് ബെനഡിക്റ്റ് തൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകത്തിൽ ഐസയായുടെ പുസ്തകം 7-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ ജീവിതത്തിന് ഉറച്ച ഒരടിസ്ഥാനം ലഭിക്കും. ഏത് പ്രതിസന്ധികളിലും ചിതറിപ്പോകാതെ ദൈവത്തിലെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. മറിയത്തിൻ്റെ ഈ വിശ്വാസം അത്തരമൊരു വളർച്ചയിലേക്കാണ് മറിയത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. ചിലപ്പോൾ ചിലരുടെ ചിന്ത, നാളുകളായി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ എനിക്കൊന്നും അനുഭവിക്കുവാനായിട്ട് പറ്റുന്നില്ല, ദൈവത്തെ ഞാൻ അനുഭവിക്കുന്നില്ല. അതിനുള്ള മറുപടി വിശുദ്ധ തോമസ് അക്വീനാസ് പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസം അത് വിശ്വസിക്കുകയും അതിനടുത്ത പ്രവൃത്തികൾ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അയാളിൽ ദൈവത്തിൻ്റെ കൃപ വർദ്ധിക്കുകയും പതിയെ അയാൾ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുകയും ചെയ്യും. ഈ ക്രിസ്മസ് കാലഘട്ടം പരിശുദ്ധ അമ്മയുടെ മാതൃകയിലൂടെ നമ്മെ ക്ഷണിക്കുന്നു ചിന്തിക്കുവാനായിട്ട്. നമ്മുടെ വിശ്വാസം നമ്മൾ സ്വതന്ത്രമായി നടത്തിയ ഒരു തിരഞ്ഞെടുപ്പാണോ? ദൈവത്തിൽ എന്ത് സംഭവിച്ചാലും വിശ്വസിക്കുമെന്നും ഞാൻ ദൈവത്തിൻ്റേതായിരിക്കുമെന്നും നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.